ഇത് അനുപമയുടെ ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കും ഹിന്ദു ബ്രൈഡൽ ലുക്കും നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അനുപമയുടെ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. സോ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു ഹിന്ദു ബ്രൈഡൽ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു ഹിന്ദു വെഡ്ഡിങ് നടന്നിരുന്നത്. ആൻഡ് ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക് വന്നത് കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയാണ്. അതൊരു റിസപ്ഷൻ ലുക്കുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഏകദേശം ഞങ്ങൾ ഏർലി മോർണിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ബിഫോർ തന്നെ അവരുടെ കൂടെ തന്നെ ഞാൻ എത്തിയായിരുന്നു. അനുപമ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ സിസ്റ്റർ കൂടിയാണ്. സോ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക് ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. സോ അവർക്ക് ആ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തന്നെ ബുക്ക് ചെയ്തത്. സോ നമ്മൾ ആദ്യം തന്നെ സ്കിൻ പ്രെപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അനുപമക്ക് ആകെ ഉണ്ടായിരുന്നത് സ്കിൻ ടോൺ മേക്കപ്പ് ആയിരിക്കണം. ഐ മേക്കപ്പ് നല്ല രീതിയിൽ ബോൾഡായിട്ട് ഐ മേക്കപ്പ് അടിപൊളിയായിരിക്കണം ചേച്ചി എന്നാണ് ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നത്. സോ നമ്മൾ പ്രെപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ പ്രെപ്പിങ് പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളെല്ലാ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐബ്രോസ് ആൻഡ് ഐ മേക്കപ്പ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ അനുപമയുടെ സ്കിൻ ടൈപ്പ് വരുന്നത് ഏകദേശം ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ആളുടെ ഡ്രൈ ആവാറുണ്ട്, ഓയിലി ആവാറുണ്ട്. സോ അതിനനുസരിച്ചിട്ടാണ് സ്കിൻ പ്രെപ്പിംഗ് എല്ലാം തന്നെ ചെയ്തത്. സ്കിൻ പ്രെപ്പിങ്ങും അതുപോലെ തന്നെ ഐബ്രോ ഫില്ലിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത കൺസീലർ ELFൻ്റെ കൺസീലറും അതുപോലെ തന്നെ ഫോറെവർ 52 കൺസീലറുമാണ്. നമുക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം സ്കിൻ ടോണിൽ വരുന്നതും എന്നാൽ ഐ മേക്കപ്പ് നമുക്ക് നല്ല രീതിയിൽ ബോൾഡായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈറ്റർ ഷെയ്ഡുമാണ് നമ്മൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ബേസായിട്ട് കൺസീലർ യൂസ് ചെയ്തത്. ആൾക്ക് അങ്ങനെ ബ്ലാക്ക് കളർ ഐസിൻ്റെ പിഗ്മെൻറ്റേഷനോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ എന്ത് ചെയ്യേണ്ടി വന്നില്ല, കളർ കറക്ഷൻ അങ്ങനെയൊന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. ഡയറക്റ്റ് കൺസീലർ യൂസ് ചെയ്തു. കൺസീലർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനൊന്നും തന്നെ
അനുപമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് വീഡിയോ റണ്ണിങ് ആണെന്നാണ്, പക്ഷെ അത് പോസ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഐ മേക്കപ്പിൻ്റെ ഏകദേശം നമുക്കതൊരു സ്മോക്കി ഐസാണ് നമ്മളുടെ അനുപമ പറഞ്ഞിരുന്നത്. സോ ഞാൻ അത് തന്നെ ആൾക്ക് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ സ്കിന്നിലേക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി അനുപമയുടെ സാരി ഞാൻ തലേന്ന് തന്നെ പ്രീപ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് ഡ്രേപ്പ് ചെയ്യാനുള്ള പാകത്തിനെല്ലാം ഹാങ്കർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുപമയുടെ കംപ്ലീറ്റ് മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് സാരി ഡ്രേപ്പിംഗ് ആണ്. സാരി ഡ്രേപ്പിംഗ് വളരെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് എൻറ്റയർ നമ്മളുടെ ആ ഒരു ഫങ്ഷനും കഴിഞ്ഞത് വരെ ഒരു തരി പോലും അനങ്ങാത്ത രീതിയിൽ വളരെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് തന്നെയാണ് അനുപമയ്ക്ക് സാരി ഞാൻ ഡ്രേപ്പ് ചെയ്തത്. അനുപമയ്ക്ക് സാരി ഡ്രേപ്പ് ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഐ മേക്കപ്പും പ്രത്യേകം ആ കുട്ടി എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി നന്നായിരുന്നു എന്ന്. അങ്ങനെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തത് ഓർണമെൻറ്റ് സെറ്റിംഗ് ആണ്. ഓർണമെൻറ്റ്സ് അനുപമ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെൻ്റൽ ഓർണമെൻറ്റ്സ് ആയിരുന്നു എടുത്തിരുന്നത്. ആ സാരിക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ നല്ല ഓർണമെൻറ്റ്സ് ആയിരുന്നു അനുപമ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാരി ഡ്രേപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഓർണമെൻറ്റ്സ് ഇട്ടപ്പോഴേക്കും നമുക്ക് ആ സാരിയുടെ ഭംഗിയും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ ഭംഗിയും എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐ മേക്കപ്പും ഫേസ് മേക്കപ്പും അതുപോലെ തന്നെ സാരി ഡ്രേപ്പിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം ഓർണമെൻറ്റ് സെറ്റിങ് ആൻഡ് ആഫ്റ്റർ ഹെയർ സ്റ്റൈലിങ് ഇതെല്ലാം കഴിഞ്ഞ് അനുപമ ഹിന്ദു ബ്രൈഡൽ ലുക്കിൽ ഹിന്ദു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. അവരുടെ ഫാമിലീസ് എല്ലാവരും തന്നെ വന്ന് കണ്ടു. അപ്പോൾ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മക്കൊക്കെ നല്ലോണം ഇഷ്ടമായി. അടിപൊളി മേക്കപ്പാണ്. ഐ മേക്കപ്പാണ് സെറ്റ് സാധനം. അടിപൊളിയായിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായി. സ്കിൻ ടോണിന് പറ്റിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. മഴ നനഞ്ഞ് ചുറ്റും ഇങ്ങനെ നടന്ന് സെറ്റായിരുന്നു. പക്ഷെ മഴയത്താണെങ്കിലും എല്ലാരും നല്ല അടിപൊളിയായിട്ടാണ് അഭിപ്രായം പറഞ്ഞ. നല്ല ഇതായിരിക്കും, മഴയത്തായിരുന്നല്ലോ അത്, പക്ഷെ നനഞ്ഞു പോയി.
പക്ഷെ ഹെയർ ഒക്കെ സെറ്റ് ആയിട്ട് തന്നെ ഇരുന്നേച്ചോട്ടെ, അതേപോലെ തന്നെ ഇരുന്നേച്ചു. കുങ്കുമം കുങ്കുമം നമുക്ക് ഒഴുകിയായിരുന്നു. അന്ന് എന്റെ വേറൊരു ബ്രൈഡിനെ കുങ്കുമം വെച്ചപ്പോ ചെക്കന്മാർക്ക് അറിയാൻ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തെന്ന് അറിയാമോ, അവരെങ്ങാടെടുത്ത് അങ്ങനെ പൊത്തുക. ഇത് ഞാൻ പറഞ്ഞു കുറച്ചെടുത്ത് വിട്ടാ മതിയിട്ടാന്ന് പറഞ്ഞു, മഴ വീണ കണ്ടപ്പോ തന്നെ. എന്നാലും അത് ഒഴുകി മൂക്കിന്റെ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു ചുമന്നിങ്ങനെ ഇതായിട്ട്. വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മേക്കപ്പ് ഒക്കെ അങ്ങനെ തന്നെ ഇരുന്നേച്ചു. പിന്നെ മാലയിടാൻ വേണ്ടി പോകും വീണ്ടും മഴ, ഫുള്ള് മഴ. പിക്കെടുക്കാൻ നിങ്ങ പോയില്ലേ? നിങ്ങ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റില്ലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസും. അതെടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ പിന്നെയും മഴ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് എന്താണ് ഹാരമൊക്കെ ഉരിച്ചിട്ട് വീണ്ടും വീഡിയോസ് ഒന്നും മര്യാദക്ക് കിട്ടിയില്ല മഴ ചെയ്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടെ എടുക്കാൻ പോയപ്പോ ഹാരം ഇടാൻ നിന്നത് പിന്നെ മഴ. അപ്പൊ തന്നെ അവര് കമന്റ് അടിക്കാൻ തുടങ്ങി, ഓ ഇവര് താലികെട്ട് മാലയിടാൻ പോകുമ്പോ അപ്പൊ തന്നെ മഴ പെയ്യണുള്ളത്, നിങ്ങൾക്ക് മാത്രം തിങ്ങരുന്നു. ഇന്നും രാവിലെ മഴ, വൈകുന്നേരം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. വെള്ള ഗൗണായോണ്ടാ സാരി പിന്നെ സീനില്ല, അടിയിലങ്ങനെ ഇതായാലും. പക്ഷെ വൈറ്റ് ഗൗണൊക്കെ ശോഭം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ, ഇവരുടെ വെഡ്ഡിങ് ടൈമിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളൊരു അമ്പലമായിരുന്നു. ആ അമ്പലത്തിൻ്റെ ഒരു കവറേജ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഇവർ കല്യാണത്തിന് താലി കെട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് മഴ പെയ്തു, ഇവർ രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞു. അപ്പോൾ ആ ടൈമിലുണ്ടായ കാര്യമാണ് ഈ പറയുന്നത്. ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. കാരണം കുങ്കുമം ഇട്ടതാണ് എനിക്ക് ഏറ്റവും ടെൻഷൻ. കാരണം കുങ്കുമം നമുക്ക് അവർ വെഡ്ഡിങ് കഴിയണ സമയത്ത് അവർ സിന്ദൂരം ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ടൈമിൽ സിന്ദൂരം ഒഴുകി ഫേസിലേക്ക് ആകുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫേസ് വൃത്തികേടാവുന്ന രീതിയിലൊന്നും ആയില്ല. കണ്ടില്ല, ഇതായിരുന്നു മഴയത്ത് നനഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ. ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ തോന്നിയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ആളുടെ സ്കിൻ പ്രെപ്പിങ് എല്ലാം കഴിഞ്ഞു. ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിന് വേണ്ടിയിട്ടുള്ളത് ലെൻസ് വെക്കണം എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെഡ്ഡിങ്ങിന് ഹിന്ദു ബ്രൈഡൽ ലുക്കിൽ ലെൻസ് ആൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം ടൈം എടുത്തു അനുവിന് ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ലുക്കും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അനുപമയുടെ ക്രിസ്ത്യൻ ബ്രൈഡൽ റിസപ്ഷൻ ലുക്ക് ഇങ്ങനെയാണ്. ആൾ തലയിൽ നെറ്റ് വെക്കണം എന്നായിരുന്നു ആളുടെ ആഗ്രഹം. പക്ഷേ ഇതൊരു ചർച്ച് വെഡ്ഡിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും പള്ളിയിൽ അങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടും റിസപ്ഷൻ ലുക്ക് ആയതുകൊണ്ടും ഞങ്ങൾ വെറുതെ ഒന്ന് ആ നെറ്റ് ഇങ്ങനെ ഷോൾഡറിനോട് ചേർന്ന് പിൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഈ ഒരു ഗൗണുമായിട്ട് ആ നെറ്റ് അങ്ങനെ കണക്ട് ചെയ്തത് വളരെ അടിപൊളിയായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തു. നമ്മൾ വെയിലായിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന നെറ്റ് ഞങ്ങൾ ചിറകാക്കി. ആനു ബ്രൈഡൽ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പും നീ ചെയ്തു, 2 ലുക്ക് ചെയ്തു. ഹിന്ദു ബ്രൈഡൽ ലുക്കും ചെയ്തു, ഇപ്പൊ ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കും ചെയ്തു. ഇതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ഏതാണ്? പിന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എല്ലാം പറഞ്ഞോ. ഞാനൊരു ക്രിസ്ത്യാനി കൊച്ചാണ്, എനിക്ക് ക്രിസ്ത്യൻ ലുക്കാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഹിന്ദു ബ്രൈഡൽ ലുക്കിനെ കുറിച്ചുള്ള ആൾക്കാരുടെ കമന്റ്സും എല്ലാം വരട്ടെ. ഐ മേക്കപ്പ് സെറ്റ് ആയിരുന്നു, എല്ലാവർക്കും ഐ മേക്കപ്പ് അടിപൊളിയായിട്ട് ഇഷ്ടമായി, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാരി ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് നല്ല ഒതുങ്ങി നല്ല സെറ്റായിട്ട് രാവിലെ മാറ്റുന്ന വരെ അടിപൊളിയായിട്ടിരുന്നു ചേച്ചി. താങ്ക് യു ചേച്ചി. വെൽക്കം. മേക്കപ്പിനെ കുറിച്ച് എല്ലാവരും എന്താ പറഞ്ഞത്? ഓവർ മേക്കപ്പ് ഇല്ല, ഓവർ മേക്കപ്പ് ഒന്നും ആയില്ല, എന്റെ സ്കിൻ ടോണിന് ചേർന്ന് തന്നെയുള്ള മേക്കപ്പ് ആയിരുന്നു, ഭംഗിയായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് എന്തായാലും റിസപ്ഷൻ എന്തായാലും തകർത്തിട്ട് പോയോ.